കൊച്ചിയിൽ നൈറ്റ് ലൈഫ് അടക്കം പ്രോത്സാഹിപ്പിക്കുമ്പോൾ അതിന്റെ മറവിൽ ലഹരി സംഘങ്ങളും ഗുണ്ടകളുമൊക്കെ അഴിഞ്ഞാടുകയാണ്. ഇത്തരക്കാരെ നിയന്ത്രിക്കാൻ യാതൊരു നിരീക്ഷണ സംവിധാനങ്ങളും ഇല്ലെന്നതാണ് സ്ഥിതി. കൊച്ചി തൃക്കാക്കരയിൽ നടുറോഡിൽ യുവാക്കൾ ഏറ്റുമുട്ടിയത് ഏറെ നേരം ഭീകരാന്തരീക്ഷമുണ്ടാക്കിയെങ്കിലും ഈ സമയത്തൊന്നും സമീപ ഭാഗങ്ങളിൽ പോലീസിന്റെ സാന്നിധ്യമുണ്ടായിരുന്നില്ല. കാറിലെത്തിയ സംഘമാണ് പ്രദേശവാസികളായ യുവാക്കളുമായി തർക്കമുണ്ടാക്കുകയും തുടർന്ന് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത്. സംഭവത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. വാഴക്കാല സ്വദേശികളായ ഷാഫി, നിസാം, അച്ചു എന്നിവർക്കാണ് പരിക്കേറ്റത്. പുലർച്ചെ 2 മണിയോടെ കാക്കനാട് NGO ക്വാർട്ടേഴ്സ് ജംഗ്ഷനിലായിരുന്നു സംഭവം. വഴിയിലൂടെ നടന്നുപോയ 3 യുവാക്കളുമായി കാറിലെത്തിയ സംഘം വാക്കുതർക്കമുണ്ടാവുകയും പിന്നാലെ മർദ്ദിക്കുകയുമായിരുന്നു. തുടർന്ന് ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടി. യുവാക്കളെ പലതവണ മർദ്ദിക്കുന്നതും മുഖത്ത് ആഞ്ഞടിക്കുന്നതും പുറത്തുവന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അടിയേറ്റ് റോഡിൽ വീണ യുവാക്കളെ ചവിട്ടുന്നതും കാണാം. സംഭവത്തിനു പിന്നാലെ കാറിലെത്തിയ സംഘം സ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ടു. മർദ്ദനത്തിനു പിന്നിലെ കാരണത്തിലും അക്രമം നടത്തിയത് ആരാണെന്നതിലും വ്യക്തതയില്ല. പരിക്കേറ്റ ഷാഫി, നിസാം എന്നിവരെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അച്ചു എന്ന യുവാവ് കാക്കനാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവ സമയത്ത് സമീപത്തെ ചായക്കടകൾ പ്രവർത്തിച്ചിരുന്നതിനാൽ നിരവധി പേർ സ്ഥലത്തുണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് തൃക്കാക്കര പോലീസ് അന്വേഷണം നടത്തുന്നത്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനം കണ്ടെത്താനുള്ള ശ്രമവും തുടരുകയാണ്. കാർ ഉടമ കോട്ടയം സ്വദേശിയാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വാഹനം കാക്കനാട് ഭാഗത്ത് തന്നെ ഉണ്ട് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.